ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറാണ് ഇന്ന് രാജ്യത്തെ ചർച്ചാ വിഷയം. പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അംബേദ്കറെ കുറിച്ച് ആക്ഷേപ പരാമർശം നടത്തിയത് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കി. അംബേദ്കർ എന്നിങ്ങനെ പറയുന്നത് ഒരു ഫാഷൻ ആയിരിക്കുന്നു. ഇതിന് പകരം ദൈവത്തിന്റെ പേരാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടുമായിരുന്നു എന്നാണ് അമിത് ഷാ പാർലമെന്റിൽ പറഞ്ഞത്. अम्बेडकर 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 इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. ഭരണഘടനാ ചർച്ചയ്ക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു ഈ പരാമർശം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ പാസാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കിടെയാണ് അംബേദ്കർക്കെതിരെയുള്ള ഈ ആക്ഷേപം. ഭരണഘടനയെ തകർക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തെ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കുമ്പോഴായിരുന്നു അമിത് ഷാ അംബേദ്കറെ നിസ്സാരനാക്കി ചിത്രീകരിച്ച് അപമാനിച്ചത്. അമിത് ഷാ രാജിവെക്കണമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടു. തുടർന്ന് അമിത് ഷായുടെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോൾ ആരോപണങ്ങൾ കൊണ്ട് കവചം തീർത്ത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കാനാണ് BJP ശ്രമിച്ചത്. പ്രതിഷേധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്നും രാഹുലിന്റെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചത് സംഘർഷങ്ങൾക്കിടയാക്കി. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും രാജ്യത്തെ ആദ്യത്തെ നിയമമന്ത്രിയുമായിരുന്നു ഡോക്ടർ ഭീംറാവു അംബേദ്കർ എന്ന BR അംബേദ്കർ. രാഷ്ട്രം ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് BR അംബേദ്കറിന്റേത്. ദളിത് വിമോചകൻ, സാമൂഹിക വിപ്ലവകാരി, ധനതത്വശാസ്ത്രജ്ഞൻ, ചിന്തകൻ, എഴുത്തുകാരൻ തുടങ്ങിയ നിലകളിലെല്ലാം കഴിവ് തെളിയിച്ച പ്രതിഭയാണ്. ഇന്ത്യയെ സവർണാധിപത്യ ഭരണ സംവിധാനത്തിൽ നിന്നും ഒരു പരിധിവരെ മുക്തമാക്കി നിയമനിർമ്മാണ കേന്ദ്രങ്ങളിൽ നാനാ ജാതി മത വിഭാഗങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ച് ഇന്ത്യയെ ഏകീകരിച്ചു നിർത്തുന്നതിൽ രാജ്യത്തെ ഭരണഘടനയ്ക്ക് ആഴത്തിലുള്ള പങ്കുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിന് അടിത്തറയൊരുക്കിയ അംബേദ്കറെ അപമാനിക്കുന്നത് രാജ്യത്തെ അപമാനിക്കുന്നത് സമമാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഭരണഘടനയെ മാറ്റിമറിക്കുവാനും രാജ്യത്തെ നിയമങ്ങൾ പൊളിച്ചെഴുതുവാനുമുള്ള BJP സർക്കാരിന്റെ ശ്രമങ്ങളുടെ ആദ്യ പടിയായാണ് ഇത്തരം വിമർശനങ്ങൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള BJPയുടെ ഗൂഢനീക്കം മനസ്സിലാക്കിയാണ് ഭരണഘടനയുടെ ചെറുപതിപ്പ് കയ്യിലേന്തി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പോരാട്ടം ആരംഭിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നേടിയ മുന്നേറ്റവും BJPക്കുണ്ടായ തിരിച്ചടിയും സംഘപരിവാർ രാഷ്ട്രീയത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡതയും വൈവിധ്യവും കെട്ടുറപ്പും നിരന്തരം ചൂണ്ടിക്കാട്ടിയും ഇന്ത്യയുടെ നട്ടലായ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം BJPയെ ഏറെ ചൊടിപ്പിക്കുന്നുമുണ്ട്. പാർലമെന്റിൽ BJPയുടെ നയത്തിനെതിരെയും തുടർന്ന് സമ്പൽ സന്ദർശനം നടത്തിയപ്പോഴും ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ പ്രതിരോധിച്ചത്. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധി MPയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ഭരണഘടനയുടെ ചെറുപതിപ്പ് ചേർത്ത് പിടിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഈ നിലപാടുകളിലുള്ള അമർഷമാണ് അംബേദ്കർക്കെതിരെയുള്ള കടുത്ത ആക്ഷേപത്തിലേക്ക് അമിത് ഷായെ എത്തിച്ചത്. ഗാന്ധിജിയെയും നെഹ്റുവിനെയും അംബേദ്കറെയും പോലുള്ള ദേശീയ ബിംബങ്ങളെ ഇന്ത്യൻ മതേതര മനസ്സുകളിൽ നിന്നും ഇല്ലായ്മ ചെയ്ത് സംഘപരിവാർ ചിഹ്നങ്ങളെ ഭരണഘടനാ സംവിധാനങ്ങളിൽ പ്രതിഷ്ഠിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്.